ഇനിയൊരു ജന്മം കൂടി. നോവൽ തുടർച്ച. അധ്യായം 18. വിസ്കിയുടെ ബോട്ടിൽ തുറന്ന് മുരളീകൃഷ്ണൻ ക്ലാസ്സിലേക്ക് മൂന്നാമത്തെ പെഗ്ഗൊഴിച്ചു. ഐസ് ക്യൂബ്സ് തീർന്നിരിക്കുന്നുവെന്ന് കണ്ട് അയാൾ റൂം സർവീസിലേക്ക് വിളിച്ചു പറഞ്ഞു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോർബെൽ മുഴങ്ങി. ഇത്ര പെട്ടെന്ന് എത്തിയോ എന്ന് മനസ്സിലോർത്തുകൊണ്ടാണ് മുരളി ചെന്ന് വാതിൽ തുറന്നത്. മുൻപിൽ ചന്ദ്രശേഖരനെ കണ്ടതും അയാൾ അമ്പരന്നു. ഞാനാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ചന്ദ്രശേഖരൻ്റെ മൂർച്ചയുള്ള ചോദ്യം വന്നപ്പോൾ മുരളി ഒന്ന് മന്ദഹസിക്കാൻ ശ്രമിച്ചു. ചന്ദ്രശേഖരൻ മുറിയിലേക്ക് കയറിയപ്പോൾ അയാൾ വാതിക്കൽ നിന്നും മാറിക്കൊടുത്തു. ചന്ദ്രശേഖരൻ റൂമിനകത്തൂടെ ഒന്ന് കണ്ണോടിച്ചു. ടേബിളിന് മീതെ മദ്യവും ഗ്ലാസുകളും ഉപദംശങ്ങളും, വിരിപ്പുകൾ പൊളഞ്ഞു കിടക്കുന്ന കിടക്ക, വേസ്റ്റ് ബിന്നിനു ചുറ്റും തറയിലായി നാപ്കിനുകളും എന്തൊക്കെയോ ഗുളികകളുടെ ഒഴിഞ്ഞ സ്ട്രിപ്പുകളും. അയാൾ മുരളിയെ നോക്കി. കുറേ ദിവസമായി ഇവിടെ തന്നെയാണ് താമസം. മുരളി ഒന്ന് മൂളി. ഐസ് ക്യൂബുകളുമായി റൂം ബോയ് വന്നു. ഐസ് കാരിയർ ടേബിളിലേക്ക് വെച്ചിട്ട് ഒഴിഞ്ഞ കാരിയറും എടുത്ത് അവൻ തിരിച്ചുപോയി. വാതിലടച്ചിട്ട് മുരളി വന്ന് ഒഴിച്ചു വെച്ചിരുന്ന ഗ്ലാസ്സിൽ ഐസ് ക്യൂബുകൾ ഇട്ടു. ചന്ദ്രേട്ടൻ കഴിക്കുന്നോ? അയാൾ തണുത്ത സ്വരത്തിൽ ചോദിച്ചപ്പോൾ ചന്ദ്രശേഖരൻ നിരസിച്ചു. മുരളി ഗ്ലാസ് ഒന്ന് കറക്കിയിട്ട് 2 തവണ സിപ്പ് ചെയ്തു. എനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷനാണെന്ന് നീ എന്തിനാണ് കള്ളം പറഞ്ഞത്? ചന്ദ്രശേഖരൻ്റെ ചോദ്യം വന്നപ്പോൾ മുരളി അലക്ഷ്യമായി നോക്കി. അത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ആരെയും കാണാനോ സംസാരിക്കാനോ പറ്റിയ മൂഡിലല്ലായിരുന്നു. മുറിയെടുത്തിരുന്ന മദ്യപാനം, ഞങ്ങൾക്ക് മുന്നിൽ നിന്നും മനഃപൂർവ്വമായ ഒഴിഞ്ഞുമാറ്റം. എന്തിനാ നീ എന്നെയും എൻ്റെ മകളെയും അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്തവനെ പോലെ മാറി നിൽക്കുന്നത്? എന്തെങ്കിലും കുറ്റബോധമോ അങ്ങനെ എന്തെങ്കിലും മനസ്സിനെ അലട്ടുന്നുണ്ടോ? കുറ്റബോധമോ? അതിന് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? അത് നിനക്കല്ലേ അറിയൂ. ഒരു കാര്യം ഞാൻ തുറന്നു ചോദിക്കട്ടെ. രാഹുലിൻ്റെ മരണത്തിന് നീയാണ് ഉത്തരവാദി. നടുക്കമേറ്റ പോലെ മുരളി ചന്ദ്രശേഖരനെ ഒന്ന് നോക്കി. നിന്റെ മുഖത്ത് കണ്ട ഈ ഞെട്ടലിൽ നിന്നും ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ആണെന്നോ ഇല്ലെന്നോ? ചന്ദ്രശേഖരൻ ചോദിച്ചു. മുരളിയുടെ മുഖത്തെ അലകൾ സാവധാനത്തിൽ അടങ്ങി. അയാൾ നിയന്ത്രിതമായ മുഖഭാവങ്ങളോടെ ചന്ദ്രശേഖരനെ നോക്കി. ഇപ്പോഴെന്താ ചന്ദ്രേട്ടൻ ഇങ്ങനെ ഒരു ചോദ്യവുമായി എൻ്റെ മുൻപിലേക്ക് വരാൻ കാരണം? രാഹുൽ മരിച്ചു കഴിഞ്ഞിട്ട് 1-2 തവണ നമ്മൾ കണ്ടതാണ്. 1 വർഷത്തിന് ശേഷം പെട്ടെന്നൊരു ചോദ്യവുമായി എന്തിനു വന്നു? ബന്ധങ്ങളൊക്കെ മുറിച്ചെറിഞ്ഞ് മകളുമായി മുണ്ടക്കയത്തേക്ക് പോയതല്ലേ നിങ്ങൾ? ഇനി ഇക്കാര്യത്തിൽ എന്താണ് താല്പര്യം? എൻ്റെ മകൾ നെടുമ്പുരയ്ക്കിലേക്ക് തിരിച്ചു വന്നത് 1 മാസത്തോളം അവിടെ താമസിച്ചതും നീ മറന്നുപോയോ? മുരളീകൃഷ്ണൻ്റെ നെറ്റിയിൽ വരകൾ തെളിഞ്ഞു. മരിച്ചുപോയ നിന്റെ അനിയൻ്റെ വിധവയായി അവൻ പൂർത്തിയാക്കാതെ പോയ കടമകൾ ഏറ്റെടുത്ത് നടത്തി ഇനിയുള്ള കാലം ജീവിക്കാനായി വിദ്യയുടെ തീരുമാനം. ഇവിടുത്തെ തറവാട്ടിൽ അവളെ കാത്തിരുന്നത് കൊലക്കത്തിയാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ. ചന്ദ്രശേഖരൻ രോഷകുലമായ സ്വരത്തിൽ പറഞ്ഞു. വിദ്യ നെടുമ്പുരയ്ക്കൽ താമസത്തിന് വന്നെന്നോ? എന്നിട്ട് ഞാനതറിഞ്ഞില്ലല്ലോ? മുരളി ചോദിച്ചപ്പോൾ ചന്ദ്രശേഖരൻ്റെ മുഖത്ത് അമ്പരപ്പ് വീണു. വെറുതെ വളച്ചു കെട്ടാതെ എന്താ കാര്യമെന്ന് പറ ചന്ദ്രേട്ടാ, മുരളി ഗൗരവത്തിൽ പറഞ്ഞു. വിദ്യ മുണ്ടക്കയത്തു നിന്നും പിണങ്ങി ഇറങ്ങിപ്പോയതിൻ്റെ മുതൽ വധശ്രമത്തിനിരയായ ആശുപത്രി കിടക്കയിൽ എത്തിയതുവരെയുള്ള സംഭവങ്ങൾ തനിക്കറിയാവുന്ന വിധത്തിൽ ചന്ദ്രശേഖരൻ മുരളിയുടെ അടുത്ത് അവതരിപ്പിച്ചു. രാഹുൽ പണിതുയർത്തിയതെല്ലാം സംരക്ഷിക്കാൻ ശ്രമിച്ച എൻ്റെ മകളെ വെറും കോമാളിയാക്കി ഗോവിന്ദൻ കുറുപ്പും മകൻ വൈശാഖും വിജയിച്ച് ഇറങ്ങിപ്പോയതെങ്ങനെയെന്ന് നിനക്കറിയാമോ? നീ എഴുതി കൊടുത്ത പവർ ഓഫ് അറ്റോർണി കാണിച്ച് കള്ളന്മാർക്ക് വേണ്ട ഒത്താശയും സംരക്ഷണവും നൽകി കൂട്ടുനിന്ന നിന്നെ തലമൂത്ത കള്ളനായി കാണാനേ എനിക്ക് കഴിയൂ. നിങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും മുരളീകൃഷ്ണന് വേണ്ട. എല്ലാ കാലത്തും എൻ്റേതായ ശരികളിലൂടെയേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. ഇനിയും അതേ ഞാൻ നോക്കുന്നുള്ളൂ. മയമില്ലാത്ത സ്വരത്തിലായിരുന്നു മുരളി സംസാരിച്ചത്. ചന്ദ്രശേഖരൻ്റെ കണ്ണുകളിൽ രോക്ഷം പുകഞ്ഞു. ഏത് കള്ളനും കൊലപാതകയ്ക്കും കാണും അവൻ്റേതായ ചില ശരികളും നിയമവുമൊക്കെ. രാഹുൽ മരിച്ച രാത്രി ചെകുത്താൻ വേഷം കെട്ടി ഒരാൾ നിന്റെ തറവാട്ടിൽ ചെന്നിരുന്നുവെന്ന് സുബോധമില്ലാത്ത ശാരദാമണി പറഞ്ഞിരുന്നു. നീ ആയിരുന്നില്ലേ ആ പിശാച്? മുരളിയുടെ കണ്ണുകളിൽ ഞെരിഞ്ഞമർന്ന ഒരു സ്ഫോടനമുണ്ടായി. എന്തു നേടാനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. അതിനൊരു മറുപടി നിന്റെ നാവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. നിന്നോട് സംസാരിച്ചാൽ ഈ പ്രശ്നത്തിന് ഒരു ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. ആ ഉത്തരം എനിക്ക് കിട്ടി. നീയായിരുന്നു ഈ കഥയിലെ വില്ലൻ. ചന്ദ്രശേഖരൻ്റെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകി. സ്വന്തം അനുജനെ കൊലക്കി കൊടുത്തവൻ, അമ്മയെ മാനസിക രോഗിയാക്കി അനാഥാലയത്തിൽ ഉപേക്ഷിച്ചവൻ, എല്ലാ സമ്പാദ്യങ്ങളും സ്വന്തമാക്കി
മാറ്റാൻ വേണ്ടി നീ ഏത് നീചനോടും കൈകോർത്തു നിൽക്കാൻ തയ്യാറായവൻ. ഒരു കാര്യം മാത്രമേ ഇനി നിന്നോട് എനിക്ക് പറയാനുള്ളൂ. നിന്റെ അനുജന് വേണ്ടി സ്വന്തം ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ തയ്യാറായവളാ എൻ്റെ മകൾ. ഇനി ഒരിക്കലും നീയോ നിന്റെ കൂട്ടാളികളോ അവൾക്കെതിരെ വരരുത്. അമ്മയോ സഹോദരനോ രക്തബന്ധങ്ങളോ നഷ്ടപ്പെട്ടാലും സ്വന്തം സമ്പാദ്യം കൈവശമായാൽ എല്ലാം തികഞ്ഞു എന്ന് കരുതുന്നത് എന്നെ പോലത്തെ നീച രക്തമല്ല എൻ്റേത്. കൊല്ലാനും ഞാൻ മടിക്കില്ല. മുരളി പെടുന്നനെ കൈത്തലമുയർത്തി വിലക്കി. മതി, ഇനിയൊരു അക്ഷരം ശബ്ദിക്കരുത്. ശുഭിത മുഖത്തോടെ അവൻ വാതിലിന് നേർക്ക് കൈ ചൂണ്ടി. ഇറങ്ങിപ്പോകാൻ നോക്ക്. ചന്ദ്രശേഖരൻ അപമാനിക്കപ്പെട്ടവൻ്റെ പകയോടെ വാതിൽക്കലേക്ക് നീങ്ങി. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയിട്ട് അയാളൊന്ന് തിരിഞ്ഞു നോക്കി. ഉരുകിത്തിളച്ച മുഖവുമായി മുരളീകൃഷ്ണൻ നോക്കി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കഥ ഞാൻ കേട്ടിരുന്നു. പിടിപ്പില്ലാത്ത അച്ഛൻ്റെ മരണശേഷം കുടുംബഭാരം ചുമക്കാൻ തയ്യാറായ അധ്വാനിയും സ്നേഹശീലനുമായ ഒരു മകൻ്റെ കഥ. അവൻ്റെ പേര് മുരളീകൃഷ്ണൻ എന്ന് തന്നെയായിരുന്നു. ആ വിശുദ്ധ ജന്മത്തിൽ നിന്നും ഈ നീച ജന്മത്തിലേക്ക് കൂടുമാറാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? ഏത് ആഭിചാരത്തിൻ്റെ ഫലമായാണ് ഈ പിശാച് നിന്നിലേക്ക് പരകായ പ്രവേശനം നടത്തിയത്? മുരളി വാതിലിനടുത്തേക്ക് വന്ന ഡോർ ചന്ദ്രശേഖരൻ്റെ മുഖത്തേക്ക് ആഞ്ഞടച്ചു. ഭിത്തികൾ പോലും കുലുങ്ങി വിറച്ച കനത്ത ശബ്ദത്തിൽ ഒരു നിമിഷം ചന്ദ്രശേഖരൻ്റെ ഹൃദയം പ്രകമ്പിതമായി. അധ്യായം 30. വലിച്ചടച്ച വാതിലിന് പിന്നിൽ ഒരു നിമിഷം മുരളീകൃഷ്ണൻ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. അനിയന്ത്രിതമായ വികാരക്ഷോഭം കൊണ്ട് അയാൾക്ക് രക്തം തിളയ്ക്കുന്നുണ്ടായിരുന്നെന്ന് തോന്നി. മുരളി പതിയെ തിരിഞ്ഞു ചെന്ന് ടേബിളിനരികിലെ കസേരയിലിരുന്ന് ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്ന് ഐസ് ക്യൂബുകൾ പെറുക്കിയിട്ട് അയാൾ സമചിത്തത കൈവരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. വിസ്കിക്കുള്ളിൽ ഐസ് ക്യൂബുകൾ ഉരുകിയലിഞ്ഞു. ഗ്ലാസ് എടുത്ത് മുരളീകൃഷ്ണൻ സാവകാശത്തിൽ സിപ്പ് ചെയ്തു. താൻ അറിയാത്ത ഒരു അസംബന്ധ നാടകം എവിടെയോ അരങ്ങേറുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. മുൻപും ഇത്തരം തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. കാഴ്ച പദത്തിനപ്പുറം നടക്കുന്ന ഗൂഢാലോചനകൾ, ചതികളും വഞ്ചനകളും പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായമില്ലാതെ തന്നെ മനസ്സ് അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ കൊണ്ടുവന്നു തരും. അശാന്തമായ ഹൃദയവിചാരങ്ങൾ, അസ്വസ്ഥതാപൂർണമായ ആലോചനകൾ, അർത്ഥമറിയാത്ത ചില വാചകങ്ങൾ, ഇവയൊക്കെ സൂചകങ്ങളാണ്. താൻ അറിയാതെ തൻ്റെ പേരിൽ എവിടെയോ അരങ്ങേറുന്ന ഗൂഢനാടകങ്ങളുടെ ദൃഷ്ടാന്തങ്ങളായി ആ സൂചകങ്ങളെ തിരിച്ചറിഞ്ഞ് മണം പിടിച്ചു ചെല്ലുമ്പോൾ കാണാം കപടവേഷക്കാർ, കപടനാടകങ്ങൾ. ചന്ദ്രശേഖരൻ പറഞ്ഞിട്ട് പോയ കഥകളെ മുരളീകൃഷ്ണൻ മനസ്സിലിട്ട് ക്രമമായി അടുക്കാൻ ശ്രമിച്ചു. വിദ്യാലക്ഷ്മിയുടെ മുഖം അയാൾക്ക് ഓർമ്മ വന്നു. തൻ്റെ അസാന്നിധ്യത്തിൽ രാഹുലിൻ്റെ പേരിൽ ഇത്രയേറെ വലിയൊരു യുദ്ധം അവൾ നയിച്ചെന്നു. സംഭവങ്ങളെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തത കൊണ്ടുവരണമെന്ന് മുരളി തീരുമാനിച്ചു. അയാൾ തൻ്റെ മൊബൈൽ എവിടെയെന്ന് നോക്കി. കിടക്കയിൽ തലയണിക്കിടയിൽ നിന്നും മുരളി അത് കണ്ടുപിടിച്ചു. പ്രമീളയുടെ നമ്പറിൽ നിന്നും 3 മിസ്ഡ് കോളുകൾ. മുരളി ആദ്യം ആ നമ്പറിലേക്ക് വിളിച്ചു. കുഞ്ഞിന് തീരെ സുഖമില്ല, വൈറൽ ഫീവറാണെന്ന് ഡോക്ടർ പറഞ്ഞത്, അഡ്മിറ്റ് ചെയ്യണം. പ്രമീളയുടെ ആശങ്ക നിറഞ്ഞ സ്വരം. സീതമ്മയില്ലേ അവിടെ കൂട്ടിന്? അവൾക്ക് വീട്ടിൽ പോകണമെന്ന്. അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. പീരിമേട് ഹോസ്പിറ്റലല്ലേ? അതെ. ശരി. മുരളി കോൾ കട്ട് ചെയ്തു. അടുത്തതായി തിരുവല്ല CI ഓഫീസിലേക്കാണ് മുരളി വിളിച്ചത്. CI ഉമാദത്തൻ ലൈനിൽ വന്നതും മുരളി ജാഗരൂകനായി. ഹലോ സർ, ഞാൻ മുരളീകൃഷ്ണൻ. തിരുവല്ല ശാരദാസ് വസ്ത്രവിഹാറുമായി ബന്ധപ്പെട്ട ചില ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ മുൻപും സാറിനെ വിളിച്ചിട്ടുണ്ട്. ഉമാദത്തന് മുരളീകൃഷ്ണനെ ഓർമ്മയുണ്ട്. വിദ്യാലക്ഷ്മി നൽകിയ പരാതികളുടെ മുനയൊടിച്ചുകൊണ്ട് ശാരദാസ് വസ്ത്രവിഹാറിൻ്റെ നടത്തിപ്പിന് വൈശാഖ് ഗോവിന്ദക്കുറുപ്പ് എന്നിവരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കി നൽകിയ മുരളീകൃഷ്ണൻ പ്രസ്തുത പവർ ഓഫ് അറ്റോർണിയുടെ രേഖയുടെ വിശ്വസ്തത ഉറപ്പുവരുത്താൻ മുരളിയുമായി ഫോണിലും സംസാരിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട്. എന്താണ് കാര്യമെന്ന് പറഞ്ഞോളൂ. ഉമാദത്തൻ സംസാരിക്കാൻ അനുവാദം നൽകി. സാർ, അന്ന് ഞാൻ സാറിനെ വിളിച്ച സാഹചര്യത്തിൽ ഒന്നും വിശദമായി തിരക്കാൻ പറ്റിയിരുന്നില്ല. ഏതോ ഓപ്പോസിറ്റ് കമ്പനിക്കാർ ടെക്സ്റ്റൈൽസിൻ്റെ ഓണർ രാഹുൽ മരിച്ചുപോയെന്നും നടത്തിപ്പിനോ ഉത്തരവാദിത്തമേൽക്കാനോ വേണ്ടപ്പെട്ടവർ ആരുമില്ലെന്നും ആരോപണങ്ങൾ ഉന്നയിച്ചു. പല ധനകാര്യ സ്ഥാപനങ്ങളുമായി ശാരദാസിനുള്ള ഇടപാടുകളെ നെഗറ്റീവായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മാനേജർ എന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിൻ പ്രകാരം ബാങ്ക് ഇടപാടുകളും മറ്റു കൊടുക്കൽ വാങ്ങലുകളും സുഗമമാവട്ടെ എന്നുദ്ദേശിച്ചാണ് ഞാൻ ആ അധികാരപത്രം വക്കീലിനെ കൊണ്ട് തയ്യാറാക്കിച്ചത്. നിങ്ങളന്ന് ഞാൻ വിളിച്ചപ്പോൾ ഇത് തന്നെയല്ലേ പറഞ്ഞത്? നിങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കിയതെന്ന്. പിന്നെന്താ പ്രോബ്ലം? സർ, അന്ന് ഞാൻ അറിയാത്ത മറ്റെന്തോ കുടുക്കുകൾ കൂടി ഉണ്ടായിരുന്നു എന്ന്
ഇപ്പോൾ ചില സൂചനകൾ കിട്ടി. എൻ്റെ സഹോദര ഭാര്യ വിദ്യാലക്ഷ്മി ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ആയിരുന്നു. വിശദമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ താൻ എൻ്റെ ഓഫീസിലേക്ക് വാ. അരമണിക്കൂറിനുള്ളിൽ വന്നാൽ നമുക്ക് സംസാരിക്കാൻ. മുരളി ഒന്ന് സംശയിച്ചു. മദ്യപിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണാൻ ചെല്ലുന്നതിന് ഔചിത്യമോർത്തപ്പോൾ കൂടിക്കാഴ്ച നാളത്തേക്കാക്കാമെന്ന് അയാൾക്ക് തോന്നി. ഇന്ന് ചില അസൗകര്യങ്ങളുണ്ട് സാർ, നാളെ കാണാൻ പറ്റുമോ? മുരളി സൗമ്യതയോടെ തിരക്കിയപ്പോൾ പിറ്റേന്ന് 11 മണിക്ക് തമ്മിൽ കാണാമെന്ന് ഉമാദത്തൻ സമ്മതിച്ചു. പിറ്റേന്ന് മുരളീകൃഷ്ണൻ തനിയെ വാഹനമോടിച്ച് തിരുവല്ല CI ഓഫീസിലെത്തി ഉമാദത്തനെ കണ്ടു. ഉമാദത്തൻ മുരളീകൃഷ്ണനോട് പ്രസ്തുത സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അയാൾക്ക് കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിഞ്ഞു. രാഹുലിൻ്റെ മരണശേഷം നെടുമ്പുരയ്ക്കിലെ തറവാട്ട് വീട്ടിലോ ശാരദാസ് വസ്ത്രവിഹാറിലോ താൻ പരമാവധി കയറാറില്ല എന്ന സത്യം മുരളി CIയോട് വെളിപ്പെടുത്തി. തറവാട്ടിലെ അമ്മയോടൊപ്പം സഹോദരി രജനിയും ഭർത്താവ് സുധീഷുമാണ് താമസിച്ചിരുന്നത്. ടെക്സ്റ്റൈൽസ് നടത്തിപ്പിനും ബന്ധുവും രാഹുലിൻ്റെ മാനേജറുമായിരുന്ന വൈശാഖിനായിരുന്നു ഉത്തരവാദിത്തം. രജനിയുടെ നിർബന്ധപ്രകാരം സുധീഷും ടെക്സ്റ്റൈൽസ് കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയെന്ന് ഒരു തവണ സംസാരിച്ചപ്പോൾ കേട്ടിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വന്തം വീട്ടിലോ ശാരദാസ് വസ്ത്രവിഹാറിലോ ചെല്ലാൻ കൂട്ടാക്കാത്തത്? മുരളി ഒരു ശ്വാസമെടുത്തു. സർ, അത് രണ്ടും രാഹുലിൻ്റെ ഓഹരിയായി നീക്കി വെച്ചിരുന്ന വസ്തുവകകളാണ്. എനിക്കവിടെ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളില്ല. ഉമാദത്തൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. രാഹുൽ ജീവിച്ചിരിക്കുമ്പോഴല്ലേ അവൻ്റെ മാത്രം ഓഹരി? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് അവകാശം? മുരളി മിണ്ടിയില്ല. രാഹുൽ അവകാശം ഉന്നയിച്ച് ഇനി ഒരിക്കലും വരില്ല. കുടുംബസ്വത്ത് വിറ്റ് ഗൾഫിൽ പോയി നിങ്ങൾ സമ്പാദിച്ചതെല്ലാം സ്വന്തം പേരിൽ. അമ്മയെയും അനുജനെയും കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ ആരെങ്കിലും അവകാശം ഉന്നയിക്കുമോ? ആ വസ്തുവകകളിലേക്കും നിങ്ങൾ തിരിഞ്ഞു നോക്കാത്തതിൻ്റെ കാരണം ഒരു അതിബുദ്ധിയല്ലേ മുരളീകൃഷ്ണ? എങ്ങനെയോ അനുജൻ്റെ ജീവിതം നിങ്ങൾ ആത്മഹത്യാ കൊടുക്കിലെത്തിച്ചു. ഇനി അമ്മയുടെ കാലം കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. വിവാഹം കഴിഞ്ഞു പോയ സഹോദരി ഒരിക്കലും ഒരു ഭീഷണിയല്ലല്ലോ. വൈശാഖെന്നും ഗോവിന്ദക്കുറുപ്പെന്നും പോരായ 2 ചതിയന്മാർ തൻ്റെ പിണിയാളുകളായിരുന്നില്ലേ മുരളി? അവന്മാർ കുടുങ്ങുമെന്നായപ്പോൾ പവർ ഓഫ് അറ്റോർണിയുമായി രംഗത്ത് വന്ന് അവരെ രക്ഷിച്ചത് ഒന്നും അറിയാതെയോ ലക്ഷ്യം വയ്ക്കാതെയോ ആണോ? ഉമാദത്തൻ്റെ ചോദ്യങ്ങൾ തീർന്നപ്പോൾ മുരളി കൂസലില്ലാതെ അയാളെ നോക്കി. എന്ത് കഥ വേണമെങ്കിലും സാറിന് മെനഞ്ഞുണ്ടാക്കാം. ഇതിനൊക്കെ തെളിവുകളുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാലോ? ഉമാദത്തൻ്റെ മുഖത്തേക്ക് ഒരു മുറുക്കം വന്നു. തെളിവുകൾ ഉണ്ടാക്കണമെന്ന് കരുതി തുനിഞ്ഞിറങ്ങിയാൽ പോലീസ് അതുണ്ടാക്കും മുരളി. നിലവിൽ നിങ്ങളുടെ പേരിൽ ഒരു പരാതിയോ സംശയിക്കാൻ തക്ക വിധത്തിലുള്ള സോളിഡ് എവിഡൻസോ ഇല്ല എന്നേയുള്ളൂ. ആ പരിഗണന എനിക്ക് തരണം സാർ. ഞാൻ പ്രതിയെന്ന് സംശയിക്കുന്ന ആളല്ലല്ലോ. സാറിൻ്റെ അനുവാദം മുൻകൂട്ടി വാങ്ങി ചില വിവരങ്ങൾ അറിയാൻ കയറുമെന്ന ഒരു സാധാരണക്കാരൻ. എനിക്ക് വേണ്ട ഇൻഫർമേഷൻസ് സാർ കൈകാര്യം ചെയ്ത ഒരു കേസിൻ്റേതാണ്. അത് പറയാനുള്ള സന്മനസ് കാണിക്കണം സാർ. മുരളി അശോഭ്യനായാണ് സംസാരിച്ചത്. ഉമാദത്തൻ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. സർ പ്ലീസ്. മുരളിയുടെ സ്വരത്തിൽ അപേക്ഷ കലർന്നിരുന്നു. ശരി, ചോദിക്കൂ. ഉമാദത്തൻ സീറ്റിലേക്ക് ചാരിയിരുന്നു. എനിക്കറിയേണ്ടത് വിദ്യാലക്ഷ്മിയെക്കുറിച്ചാണ്. അവളുടെ അച്ഛൻ എന്നെ വന്ന് കണ്ട് കുറച്ച് ഷൗട്ട് ചെയ്തിട്ട് പോയി. വിദ്യയെ കൊല്ലാൻ ശ്രമിച്ചെന്നോ അവൾ എന്തൊക്കെയോ തട്ടിപ്പുകൾ കണ്ടെത്തിയെന്നോ സത്യത്തിലൊന്നും ക്ലിയർ ആയില്ല. ഒന്നാമത്തെ കാര്യം, അയാൾ ദേഷ്യത്തിലായിരുന്നു. രണ്ടാമത്, ഞാൻ മദ്യപിച്ചിരുന്നു. ആ സംഭവങ്ങളുടെ സത്യാവസ്ഥ സാർ പറഞ്ഞു തരണം. മുരളി ആകാംക്ഷയോടെ ചോദിച്ചു. പറയാം. നിങ്ങൾക്കിതിലൊക്കെ എന്തുമാത്രം പങ്കുണ്ട് എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയാം. ഉമാദത്തൻ തയ്യാറായി. മുരളി കണ്ണും കാതും തുറന്നു വെച്ചിരുന്നു, എല്ലാം അറിയാൻ വേണ്ടി. ശാരദാസ് വസ്ത്രവിഹാറിൻ്റെ എല്ലാ വിഭാഗങ്ങളിലെയും സ്റ്റാഫ് നിയമനങ്ങളിൽ വലിയ അഴിച്ചുപണികൾ നടന്നു കഴിഞ്ഞിരുന്നു. വിദ്യാലക്ഷ്മി അധികാരം കൈയാളിയിരുന്ന കാലത്ത് അവളോട് അനുഭാവമോ വിധേയത്വമോ കാണിച്ചിട്ടുള്ള ഒരു ജീവനക്കാരനെയും ടെക്സ്റ്റൈൽസിൽ തുടരാൻ അനുവദിക്കരുതെന്നുള്ള ഗോവിന്ദക്കുറുപ്പിൻ്റെ നിർദ്ദേശമായിരുന്നു. വൈശാഖ വാശിയോടെ അത് നടപ്പിലാക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ സ്റ്റാഫുകളിൽ പലരും വൈശാഖിൻ്റെയും ഗോവിന്ദക്കുറുപ്പിൻ്റെയും ആജ്ഞാനുവർത്തികളാണ്. വേലി തന്നെ വിളവ് തിന്നു തീർക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഗോവിന്ദക്കുറുപ്പും വൈശാഖും വരുമാനത്തിൻ്റെ സിംഹഭാഗവും തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു. ഉടമസ്ഥരുടെ കണ്ണുകെട്ടി നടത്തിക്കൊണ്ടിരുന്ന മുൻ തട്ടിപ്പിക്കുന്നതിനേക്കാൾ വലിയ പകൽക്കൊള്ളയാണ് ഇപ്പോൾ നടക്കുന്നത്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പല വൈശാഖ ഈ ടെക്സ്റ്റൈൽസ്. ഇപ്പോൾ നമ്മൾ തന്നെയാണ് ഇത് മുക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നീ മനസ്സിൽ വെച്ചോണം. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പുതിയൊരു സ്ഥാപനം നമുക്ക് തുടങ്ങേണ്ടി വരും. അതിനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. വസ്തുവോ കെട്ടിടമോ നോക്കി വെക്കണം. താമസിക്കാതെ തന്നെ
തൊണ്ടായി മാറുന്ന ശാരദാസിനെ അടച്ചുപൂട്ടി താക്കോല് മുരളിക്ക് കൊടുത്ത് നമുക്ക് പിന്മാറാം. ഗോവിന്ദക്കുറുപ്പ് മകനെ ഉപദേശിക്കും. അതിനനുസൃതമായി വൈശാഖ് നീങ്ങിക്കൊണ്ടിരുന്നു. കോട്ടയത്തൊരു കെട്ടിടം കൊടുക്കാനുണ്ട് എന്ന് കേട്ടറിഞ്ഞ് വൈശാഖും ബ്രോക്കറുമൊത്ത് പോയി നോക്കി. കെട്ടിടം അല്പം പഴയതാണെങ്കിലും അതിരിക്കുന്ന പ്ലോട്ട് വൈശാഖിന് ഇഷ്ടമായി. പുതിയ ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ പറ്റിയ സ്ഥലം. 7 കോടി രൂപയാണ് ഉടമസ്ഥൻ ഷാജഹാൻ ചോദിക്കുന്നത്. വില കേട്ടപ്പോൾ വൈശാഖിൻ്റെ മനസ്സ് ഭംഗി. ആ തുകയ്ക്ക് അത്തരമൊരു പ്ലോട്ട് നഷ്ടമല്ല എന്നറിയാം. പക്ഷേ അത്രയും തുക കൈവശമില്ല. അവൻ ഗോവിന്ദക്കുറുപ്പുമായി കൂടിയാലോചിച്ചു. പണം കൊടുത്തു തീർക്കാൻ കുറച്ച് സാവകാശം കിട്ടുമോ എന്ന് ഷാജഹാനോട് തിരക്കാൻ വൃദ്ധൻ ആവശ്യപ്പെട്ടു. കുടുംബസ്വത്ത് വീതം വെച്ച് വന്നപ്പോൾ കിട്ടിയ കെട്ടിടവും സ്ഥലവുമാ. അത് വിറ്റിട്ട് എനിക്കൊരു വീട് വെക്കണം. ഇപ്പോൾ താമസിക്കുന്ന വീടും സ്ഥലവും അനുജൻ്റെ ഓഹരിയിലുള്ളതാ. അടിയന്തരമായി 2 കോടി രൂപയെങ്കിലും നൽകിയാൽ ബാക്കി തുകയ്ക്ക് കുറച്ച് സാവകാശം തരാം എന്നയാൾ സമ്മതിച്ചു. എങ്കിലും 1 വർഷത്തിനപ്പുറം മുഴുവൻ തുകയും തന്നു തീർക്കണം എന്നാണ് കരാറ്. ഗോവിന്ദക്കുറുപ്പ് കണക്കുകൾ പലതും കൂട്ടുകയും അഴിക്കുകയും ചെയ്തു. ഒടുവിൽ ഇങ്ങനെ തീരുമാനിച്ചു. താമസിക്കുന്ന വീടും സ്ഥലവും വിറ്റ് ഒരു വാടക വീട്ടിലേക്ക് മാറുക. ശാരദാസിൽ നിന്നും തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഉണ്ടാക്കിയ തുക കൂടി ചേർത്ത് വെച്ച് അഡ്വാൻസ് കൊടുക്കുക. അടുത്ത 1 വർഷം നല്ല രീതിയിൽ ശാരദാസ് വസ്ത്രവിഹാരം നടത്തിയാൽ നല്ലൊരു തുക സമ്പാദിക്കാൻ കഴിയും. പോരാത്ത തുകയ്ക്കായി പ്രസ്തുത സ്ഥലവും കെട്ടിടവും വീട് വെച്ച് ബാങ്ക് ലോൺ എടുക്കാം. അതൊരു നല്ല പദ്ധതിയായി വൈശാഖിനും തോന്നി. എന്തെങ്കിലും വീഴ്ച വന്നാലും പിടിച്ചു നിൽക്കാൻ ശാരദാസ് എന്ന പൊന്മുട്ടയിടുന്ന താറാവ് കൈവശമുണ്ടല്ലോ എന്ന് വൃദ്ധൻ മകനെ ധൈര്യപ്പെടുത്തുക കൂടി ചെയ്തു. ഗോവിന്ദക്കുറുപ്പും വൈശാഖും താമസിച്ചിരുന്ന വീട് യുദ്ധകാലാടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തി. മതിപ്പ് വിലയേക്കാൾ അല്പം താഴ്ന്ന തുകയ്ക്ക് കച്ചവടം നടത്തേണ്ടി വന്നു. കോട്ടയത്തെ സ്ഥലമുടമയുമായി സംസാരിച്ച് 1.5 കോടി രൂപ അഡ്വാൻസായി സ്വീകരിച്ച് എഗ്രിമെൻ്റ് എഴുതാമെന്ന് ധാരണയാക്കി. ബാക്കി തുക 1 വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കാൻ പറ്റില്ലെങ്കിൽ അഡ്വാൻസ് തുക മടക്കി നൽകേണ്ടതില്ല എന്നൊരു അധികാര കരാർ കൂടി മുദ്രപത്രത്തിൽ എഴുതി ചേർക്കേണ്ടി വന്നു എന്ന് മാത്രം. തിരുവല്ലയിൽ തന്നെ സൗകര്യപ്രദമായ ഒരു വാടക വീട് കണ്ടുപിടിച്ച് വൃദ്ധനും മകനും അവിടേക്ക് താമസം മാറ്റി. ഇതെല്ലാം കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ നടന്ന സംഭവ വികാസങ്ങളായിരുന്നു. കോട്ടയത്തെ പുതിയ സ്ഥാപനം എന്ന ലക്ഷ്യം മനസ്സിൽ കയറിയതോടെ വൈശാഖിന് ശാരദാസിനെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. ബിസിനസ്സിൽ വിട്ടുവീഴ്ചകളില്ലാതെ നീങ്ങിത്തുടങ്ങിയതോടെ ടെക്സ്റ്റൈൽസ് അഭിവൃദ്ധിപ്പെട്ടു വന്നു. പൊൻകുന്നത്തെ വീട്ടിൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ജീവിതം ദുസ്സഹമായി തീർന്നിരിക്കുന്നുവെന്ന് രജനി മനസ്സിലാക്കി. സുധീഷുമായുള്ള മാനസിക അകൽച്ച പൂർണ്ണമായതോടെ അവൾ ആ വീടിനെ വെറുത്തു. ഒരു തവണ സുധീഷിൻ്റെ അമ്മ കമലാക്ഷി രജനിയെ ഉപദേശിച്ചു. ആണുങ്ങളാകുമ്പോൾ ചില തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയെന്ന് വരും. നമ്മൾ പെണ്ണുങ്ങൾ അതൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെച്ച് ജീവിക്കാൻ പഠിക്കണം. ഒരു മകളില്ല നിനക്ക്? അവളുടെ കാര്യങ്ങൾ നല്ലപോലെ നടത്തിയെടുക്കണമെങ്കിൽ അവനോട് യോജിച്ചു പോയാലേ പറ്റുള്ളൂ. ഇനി ഒരിക്കലും എനിക്ക് സുധീഷിനെ സ്നേഹിക്കാൻ പറ്റില്ല. മറ്റൊരു പെണ്ണിനെ തേടിപ്പോയി അയാളുടെ കിടക്കയിലേക്ക് കിടക്കാനും വയ്യ. അതിന് വേറൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ രജനി. ഒരു ദൗർബല്യം തോന്നിപ്പോയി. അവൻ ആ പെണ്ണുമായി ബന്ധമൊന്നും ഉണ്ടായില്ലല്ലോ. കമലാക്ഷി ഒരു തട്ടുകൂടി താഴ്ന്നിറങ്ങിയാണ് സംസാരിച്ചത്. ബന്ധമൊന്നും ഉണ്ടായില്ലെങ്കിലോ അതിന് കാരണം അവളുടെ മിടുക്കാം. തേച്ചു മിനുക്കി വെച്ചിരുന്ന വിളക്കെടുത്ത് സുധീഷിൻ്റെ പള്ളയ്ക്ക് കുത്താനുള്ള അവളുടെ ധൈര്യം. അല്ലാതെ ദുർബല നിമിഷത്തിൽ എൻ്റെയും കുഞ്ഞിൻ്റെയും മുഖമോർത്ത് അമ്മയുടെ മോൻ മനസ്സിനെ അടക്കി പിടിച്ചൊന്നുമല്ല. വെറിയൻ. രജനി സംസാരിച്ചതോടെ കമലാക്ഷിയുടെ നാവ് അടഞ്ഞതുപോലെയായി. പക്ഷെ അതോടെ അവർ രജനിയോട് ശത്രുതാ മനോഭാവത്തോടെയാണ് പെരുമാറി തുടങ്ങിയത്. സുധീഷിന് ജോലിയോ വരുമാനമോ ഇല്ലാത്തതിനാൽ രജനിക്ക് പല കാര്യങ്ങൾക്കും കമലാക്ഷിയെയോ സുധാകരനെയോ സമീപിക്കേണ്ടി വന്നു. കമലാക്ഷി മകൻ്റെ പക്ഷത്തേക്ക് ചൂടുമാറിയതോടെ രജനിക്ക് ആശ്രയം നഷ്ടപ്പെട്ടു. നെടുമ്പുരയ്ക്കൽ വീട്ടിൽ സുഭിക്ഷമായി കഴിഞ്ഞിരുന്ന കാലത്തെക്കുറിച്ച് രജനി നഷ്ടബോധത്തോടെ ഓർത്തു. വിദ്യയെ ശത്രുവായി പരിഗണിച്ചു തുടങ്ങിയെടുത്താണ് തൻ്റെ ചുവടുകൾ പഴിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. വിദ്യ ഒരു കാലത്തും കുശുമ്പോ താൻ പോരുമയോ കാണിച്ചിരുന്നില്ല. രാഹുലിൻ്റെ ഭാര്യയായി അധികാരം കൈയാളുന്ന ഒരു കാലത്തും എളിമയും സ്നേഹവുമായിരുന്നു അവരുടെ മുഖമുദ്ര. നെടുമ്പുരയ്ക്കൽ ചെല്ലുമ്പോഴൊക്കെ പണവും വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ലോഭമില്ലാതെ തന്നിരുന്നു. വിവാഹം കഴിഞ്ഞാൽ സാധാരണ കുടുംബങ്ങളിൽ ആങ്ങള പെങ്ങന്മാർക്കിടയിൽ ഉണ്ടാവുന്ന പല പിണക്കങ്ങളുടെയും ആണി തറച്ചു കയറ്റുന്നത് പുതുതായി വരുന്ന പെണ്ണുങ്ങളാണ്. സുധീഷിനെ വിവാഹം കഴിച്ച് ചെല്ലുന്ന സമയം താനും അത്തരം തലേണ മന്ത്രങ്ങൾ ഓതിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിദ്യ വന്നതോടെ ബന്ധങ്ങൾക്കിടയിൽ തെളിച്ചവും ആഴവും കൂടിയിട്ടേയുള്ളൂ. തനിക്കോ അമ്മയ്ക്കോ അവരുടെ സാന്നിധ്യം ഒരിക്കലും അരോചകമായിരുന്നില്ല, മറിച്ച് സന്തോഷമായിരുന്നു. അതിൻ്റെ കാരണം വിദ്യയുടെ ഉള്ളിലെ നന്മ തന്നെയായിരുന്നു. എന്നിട്ടും ചിലതൊക്കെ കൈയടക്കാമെന്ന് കണ്ടപ്പോൾ
അവളെ ശത്രുവായി പ്രഖ്യാപിക്കാൻ താൻ തയ്യാറായല്ലോ എന്ന് ആത്മനിന്ദയോടെ രജനി ചിന്തിച്ചു. കിടക്കാനൊരിടവും കഴിക്കാൻ അല്പം ഭക്ഷണവും മാത്രം പ്രതീക്ഷിച്ച് തിരികെ വന്ന അവളെ ഏതൊക്കെ വിധത്തിൽ അപമാനിച്ചു, വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തി. ഒടുവിൽ എന്തും നേടാൻ കഴിഞ്ഞു? സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതം നഷ്ടപ്പെടുത്തി. വിദ്യയെ സഹോദരിയെ പോലെ ചേർത്ത് പിടിക്കാൻ താൻ തയ്യാറായിരുന്നുവെങ്കിൽ സുധീഷ് അവളെ മോശമായൊരു കണ്ണോടെ നോക്കാൻ തയ്യാറാവുമായിരുന്നില്ല. നിസ്സഹായയും നിരാലംബയുമായ ഒരു പെണ്ണിനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നന്മകൾ ചെയ്യാതിരുന്നതിന്, അവളുടെ ജീവിതത്തിൽ നിന്നും കൈയിട്ട് വാരാൻ ശ്രമിച്ചതിന് ആരും ശിക്ഷിക്കില്ലെന്ന ധൈര്യത്തിൽ താൻ ധൈര്യപ്പെട്ടിരുന്നു. ഇനിയൊരിക്കലും തിരിച്ചടിക്കാൻ കഴിയാത്ത വിധത്തിൽ ദുർബലയായി തീർന്നവളായിരുന്നു വിദ്യ. എന്നിട്ടും തൻ്റെ തിന്മകൾ ഒട്ടും കുറയാതെ തിരിച്ചടി കിട്ടി. കാലം അതിൻ്റെ നൈരന്തര്യം പ്രയാണത്തിനിടയിൽ എല്ലാ പ്രവൃത്തികൾക്കും അർഹമായൊരു പ്രതിഫലം കാത്തുവയ്ക്കുമെന്ന് രജനി വേദനയോടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരു ദിവസം പുറത്തുപോയ സുധീഷ് തിരിച്ചു വന്നപ്പോൾ പതിവിന് വിപരീതമായി രജനിയെ വിളിച്ചു. തൻ്റെ മീനുമോളുടെയും വസ്ത്രങ്ങൾ അലക്കാൻ ബക്കറ്റിലേക്ക് എടുക്കുകയായിരുന്നു രജനി. മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. സുധീഷ് പ്രതീക്ഷ നിറഞ്ഞ മുഖത്തോടെ അവളുടെ മുൻപിലേക്ക് വന്നു. നീ എന്താ മുരളിയേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? സുധീഷ് സ്വാതന്ത്ര്യത്തോടെ തിരക്കി. ഞാൻ കണ്ടില്ല. രജനി അവളെ അവഗണിക്കുന്ന വിധത്തിൽ അലക്ഷ്യമായി പറഞ്ഞു. നിന്നെ കിട്ടാനിട്ട് എന്നെ വിളിച്ചു. ഈ ഞായറാഴ്ച തിരുവല്ല വരെ ചെല്ലണമെന്ന്. എന്തിന്? തറവാട് വീതം വെക്കാൻ തീരുമാനിച്ചുത്രേ. രജനി അമ്പരപ്പോടെ സുധീഷിനെ നോക്കി. സുധീഷ് അവൾക്ക് തൊട്ടടുത്തേക്ക് വന്നു. വൈശാഖിനെയും വല്യച്ഛനെയും വിളിച്ചിട്ടുണ്ട്. വീതം വെപ്പാണെന്ന് അവരോടും പറഞ്ഞത്രേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും തെളിയും എന്നുറപ്പാ. വീടിൻ്റെയും കടയുടെയും പാതി ഷെയർ കിട്ടിയാൽ നമുക്ക് വലിയൊരു തുകയില്ലേ? നമുക്കൊന്നും വേണ്ട സുധീഷേ. നിങ്ങളോടത്ത് ജീവിതം തുടരണോ വേണ്ടോയെന്ന് ഞാൻ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. രജനി പ്ലീസ്. സുധീഷ് പ്രത്യാശയോടെ വന്ന് അവളുടെ കൈ പിടിച്ചു. എനിക്കൊരു തെറ്റുപറ്റിപ്പോയി, നീ ക്ഷമിക്കണം. വേണമെങ്കിൽ ഞാൻ നിൻ്റെ കാല് പിടിക്കാം. ദേ ഇപ്പോൾ നല്ലൊരു അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇനി എൻ്റെ മനസ്സിലോ ജീവിതത്തിലോ നീയോ നമ്മുടെ കുടുംബമോ അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. വാക്ക്, എന്നെ വിശ്വസിക്കണം. രജനിക്കും ക്ഷമയാചിപ്പുള്ള സുധീഷിൻ്റെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ തന്നെ മനസ്സിലകുന്നത് പോലെ തോന്നി. പുരുഷൻ്റെ ഏത് തെറ്റിനെയും അവൻ്റെ മനസ്സുരുകിയുള്ള ക്ഷമായാചനത്തെയും ചേർത്ത് നിർത്തി മറന്നു കളയാനുള്ള സ്ത്രീ സഹജമായ ഉദാരത രജനിയുടെ ഉള്ളിലും ഉണർന്നു. എങ്കിലും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഞായറാഴ്ച നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം. മീനിമോൾ ഇവിടെ നിൽക്കട്ടെ. എംപയർ റെസിഡൻസിൽ മീറ്റിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്. പറ്റുമെങ്കിൽ നീ ഇപ്പോൾ തന്നെ മുരളിയേട്ടനൊന്ന് വിളിച്ച് നയത്തിൽ സംസാരിച്ച് നോക്ക്. എന്താ പദ്ധതി എന്നറിയാമല്ലോ. സുധീഷ് പ്രസന്നതയോടെ തിരിച്ചു നടന്നു. അല്പം കഴിഞ്ഞ് രജനി മുരളിയുടെ നമ്പറിലേക്ക് വിളിച്ചെങ്കിലും കോൾ അറ്റൻഡ് ചെയ്തില്ല. മുരളി വീതം വായ്പിനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ വൈശാഖ് അസ്വസ്ഥനായി. നീ എന്തിനാടാ വെരുകിനെ പോലെ പിടയ്ക്കുന്നത്? തറവാട് വീതം വെച്ച നമുക്കെന്താ? അത് മാത്രമാണ് പ്ലാനെന്ന് ആർക്കറിയാം. ഷോപ്പും വീതം വെച്ചാലോ? ഷോപ്പ് വീതം വെക്കാനോ? അതിൻ്റെ ആവശ്യം എന്താ? ഇത് മുരളിക്കുള്ളതല്ലേ. അതുകൊണ്ടല്ലേ അധികാരപത്രം എഴുതി നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അവന് ബോധവും ബുദ്ധിയുമില്ല. രജനിയും സുധീഷും ഇതെന്താ ചെയ്യാനാ? മുരളിക്കൊരു ആൺകൊച്ചാ വളർന്നു വരുന്നത്. അവന് പ്രാപ്തിയാകുമ്പോൾ ഇതൊരു വലിയ മുതൽക്കൂട്ടാന്ന് മനസ്സിലാക്കാനുള്ള മൂളയൊക്കെ അവനുണ്ട്. വൈശാഖിന് സമാധാനമായി. ആ ഞായറാഴ്ച വൈശാഖും ഗോവിന്ദക്കുറുപ്പും വാടക വീട്ടിൽ നിന്നും ടാക്സി കാറിൽ എംപയർ റെസിഡൻസിലേക്ക് ചെന്നു. രജനിയും സുധീഷും എത്തിയത് അല്പം കൂടി താമസിച്ചാണ്. ഹോട്ടലിൻ്റെ ലോബിയിൽ വെയിറ്റ് ചെയ്തിരുന്ന 4 സംഘത്തോട് മുകളിലേക്ക് വരാൻ മുരളി ഫോണിലൂടെ ആവശ്യപ്പെട്ടു. മുകൾ നിലയിലെ കോൺഫറൻസ് ഹാളിലായിരുന്നു മീറ്റിംഗ്. ഡയസ് പോലെ തോന്നിച്ച ഒരു റൗണ്ട് ടേബിളിനരികിലായാണ് കസേരയിൽ മുരളീകൃഷ്ണൻ ഉപവിഷ്ടനായിരുന്നത്. 4 സംഘത്തിന് പ്രത്യേകം ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരുന്നു. കുശലാന്വേഷണങ്ങൾക്കായി മുരളി അടുത്തേക്ക് ചെന്നവരെയെല്ലാം ഭക്ഷണം കഴിക്കാനായി പറഞ്ഞുവിട്ടു. ബേരർമാർ വന്ന് 4 പേർക്കും ആവശ്യമുള്ള വിഭവങ്ങളുടെ ലിസ്റ്റുമെടുത്താണ് സ്ഥലം വിട്ടത്. 15 മിനിറ്റോളം സമയമെടുത്താണ് അവർ ഭക്ഷണവുമായി തിരിച്ചു വന്നത്. മുരളി ആ സമയം അത്രയും പലതരം ഡോക്യുമെൻറ്റുകൾ പരിശോധിക്കുകയായിരുന്നു. അവയ്ക്കിടയിൽ ഗോവിന്ദക്കുറുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം സുധീഷ് നെടുമ്പുരയ്ക്കിൽ നിന്നും എടുത്തിരുന്ന ആധാരങ്ങളും ഫയലും ഉൾപ്പെട്ടിരുന്നു. മുൻപ് പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കാൻ വേണ്ടി മുരളീകൃഷ്ണൻ അന്വേഷിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഗോവിന്ദക്കുറുപ്പിന് അവയൊക്കെ തിരികെ കൊടുക്കേണ്ടി വന്നിരുന്നു. ഭക്ഷണം കഴിച്ചു തീർന്നപ്പോൾ പ്ലേറ്റുകൾ മാറ്റപ്പെട്ടു. 4 പേരും കൈയഴുകി തിരിച്ചെത്തിയപ്പോൾ മുരളീകൃഷ്ണനിരുന്ന ടേബിളിനരികിലായി 2 പേർ കൂടി ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ദയാസാഗറും അയാളുടെ ഗുമസ്തനും. 2 പേരെയും മുരളീകൃഷ്ണൻ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു.
തറവാട്ട് ഓഹരിയിൽപ്പെടുന്ന വസ്തുവകകളിൽ പ്രധാനം വീടും അതിരിക്കുന്ന സ്ഥലവുമാണ്. അതിനോട് ചേർന്ന് തന്നെ ശാരദാസ് വസ്ത്രവിഹാർ എന്ന സ്ഥാപനത്തെയും നിർത്തുന്നു. കാരണം ഇവ രണ്ടിൻ്റെയും അവകാശി രാഹുൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇവയെല്ലാം എങ്ങനെയൊക്കെ വീതം വയ്ക്കണമെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കണം. വല്യച്ഛൻ മൂത്ത കാരണവരാണല്ലോ, വൈശാഖ് ഷോപ്പിൻ്റെ നടത്തിപ്പുകാരനും. അതുകൊണ്ടാണ് നിങ്ങളെ കൂടി വിളിച്ചത്. വീതം വയ്പ്പിനെക്കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയണം. മുരളീകൃഷ്ണൻ അളന്നു മുറിച്ച പോലെ വാക്കുകൾ പ്രയോഗിച്ചിട്ട് 4 പേരുടെയും മുഖങ്ങളിലേക്ക് നോക്കി. ആർക്കും ഒന്നും പറയാനില്ല. ഒന്ന് സംശയിച്ചിട്ട് ഗോവിന്ദക്കുറുപ്പ് കൈയുയർത്തി. മോനെ, എനിക്ക് ചില നിർദ്ദേശങ്ങൾ പറയാനുണ്ട്. മുരളീകൃഷ്ണൻ്റെ നോട്ടം വൃദ്ധൻ്റെ മുഖത്ത് വന്ന് തറച്ചു. അധ്യായം 31. ഗോവിന്ദക്കുറുപ്പ് ഊന്നുവടി തറയിൽ കുത്തി മെല്ലെ എഴുന്നേറ്റ് നിന്നു. ഇരുന്നു കൊണ്ട് സംസാരിച്ചാൽ മതി വല്യച്ഛ എന്ന് മുരളി പറയുമെന്ന് വൃദ്ധൻ കരുതിയെങ്കിലും അതുണ്ടായില്ല. മുരളീകൃഷ്ണൻ വൃദ്ധൻ്റെ മുഖത്തേക്ക് നീട്ടിയ തറപ്പിച്ച നോട്ടം അതേപടി നിലനിർത്തി തൻ്റെ കസേരയിലിരുന്നു. മുരളി, ഇതെല്ലാം മോൻ അധ്വാനിച്ചും സമ്പാദിച്ചും ഉണ്ടാക്കിയ വസ്തുവകകളാണ്. ഇവിടെ അഭിപ്രായം പറയാൻ എനിക്കെന്ത് കാര്യമെന്ന് ചിന്തിക്കില്ലെന്ന് കരുതട്ടെ. ഗോവിന്ദക്കുറുപ്പ് ജാമ്യമെടുത്തു. അഭിപ്രായം ഇരുമ്പുലൊക്കെ ഒന്നുമല്ലല്ലോ വല്യച്ഛ, ആർക്കും അത് പറയാം. പിന്നെ ശാരദാസ് സ്ഥിതി ചെയ്യുന്ന പ്ലോട്ട് ഞാൻ വാങ്ങിയതാണെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം രാഹുലിൻ്റെ അധ്വാന. ഇപ്പോൾ രാഹുൽ മോൻ ജീവിച്ചിരിപ്പില്ലല്ലോ. അവൻ്റെ ഓഹരി ഇനി നിങ്ങൾ 2 മക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ. മുരളീകൃഷ്ണൻ കണ്ണു ചെമ്മി. അതുകൊണ്ട് വല്യച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ടെക്സ്റ്റൈൽസ് മോൻ തന്നെ ഏറ്റെടുക്കണം. നോക്കി നടത്താനോ സഹായത്തിനോ ബന്ധുക്കളായ ഞങ്ങളൊക്കെ അല്ലേ. വീട് രജനി മോൾക്കും സുധീഷ്ണുമായി നൽകണം. ഇത്രയും നാൾ ശാരദാമണിയുടെ കാര്യങ്ങൾ ഒരു കുറവും വരുത്താതെ നോക്കിയത് അവർ 2 പേരുമാണ്. ഇനിയോ അതങ്ങനെ തന്നെ പോട്ടെ. തന്നെയുമല്ല, മോന് കുട്ടിക്കാലത്ത് വീട് പണിയുന്നില്ലേ. സമയക്കുറവുണ്ടെങ്കിൽ സുധീഷും കൂടി ചെന്ന് മേൽനോട്ടം വഹിച്ച് അത് പൂർത്തിയാക്കാൻ സഹായിക്കും. വൃദ്ധൻ പറഞ്ഞു കഴിഞ്ഞ് തൃപ്തരല്ലേ എല്ലാവരും എന്ന ഭാവത്തിൽ വൈശാഖിനെയും സുധീഷിനെയും രജനിയെയും നോക്കി. രജനിയുടെ മുഖമൊഴിച്ച് ബാക്കി 2 മുഖങ്ങളിലും സന്തുഷ്ടിയാണ് കാണാനുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? അവസരം കിട്ടിയില്ലെന്ന് പരാതി പറയരുത്. മുരളീകൃഷ്ണൻ എല്ലാവരെയും മളക്കും മട്ടിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഗോവിന്ദക്കുറുപ്പിൻ്റെ നിർദ്ദേശങ്ങളെ അനുകൂലിക്കുന്ന ഭാവത്തിലാണ് അവർ. മുരളി അഡ്വക്കേറ്റ് ദയാസാഗറിന് നേർക്ക് ഒന്ന് നോക്കിയിട്ട് തൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് റൗണ്ട് ടേബിളിനെ ചുറ്റി മുൻവശത്തേക്ക് വന്നു. നിങ്ങൾ വിട്ടുകളഞ്ഞ മറ്റൊരു അവകാശി കൂടിയുണ്ടല്ലോ. ആ പേര് മറന്നതാണോ അതോ മനഃപൂർവ്വം പറയാതിരുന്നതോ? എല്ലാവരിലും ഒരമ്പരപ്പ് നിറഞ്ഞു. അവർ പരസ്പരം നോക്കി. വിദ്യാലക്ഷ്മിയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇതിൻ്റെയൊക്കെ അവകാശി രാഹുലിൻ്റെ ഭാര്യയല്ലേ? സർപ്പശിൽക്കാരൻ കേട്ടതുപോലെ 4 മുഖങ്ങളും വിളറിപ്പോയി. ഞാനും രജനിയും സുധീഷും കൂടി എല്ലാം പങ്കിട്ടെടുത്ത് കഴിഞ്ഞാൽ അവൾക്കുള്ള അവകാശങ്ങൾ ആര് കൊടുക്കും? വല്യച്ഛൻ കൊടുക്കുമോ? മുരളിയുടെ നോട്ടം മുഖത്ത് വീണപ്പോൾ ഗോവിന്ദക്കുറുപ്പിന് പതർച്ച തോന്നി. അതിന് വിദ്യ അവളുടെ വീട്ടിലേക്ക് പോയില്ലേ? ചന്ദ്രശേഖരൻ മുറച്ചിറക്കനുമായി അവളുടെ വിവാഹം ഉറപ്പിച്ചെന്ന് പത്മാവതിയോ മറ്റോ പറയുന്നത് കേട്ടിരുന്നു. എന്നിട്ട് ആ വിവാഹം നടന്നോ? അത് ആരന്വേഷിക്കുന്നു? മുണ്ടേക്കയങ്കാരെ വിളിച്ച് വിദ്യയുടെ വീട്ടിൽ നിന്നും കൊടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം ഒരു വണ്ടിയിൽ കയറ്റി അയച്ചിരുന്നു. അതോടെ ആ ബന്ധം മുറിഞ്ഞില്ലേ? അല്ലെങ്കിൽ തന്നെ രാഹുൽ മോൻ്റെ ഒരു കുഞ്ഞിനെ പോലും അവൾക്ക് പ്രസവിച്ച് വളർത്താൻ കഴിഞ്ഞില്ലല്ലോ. ഇനി എന്തവകാശം? അപ്പോൾ നമുക്ക് വിദ്യയുടെ കാര്യം മറക്കാമല്ലേ? അവളുടെ വിവാഹം കഴിഞ്ഞു പോയെന്ന് തന്നെ വിശ്വസിക്കാം. മുരളീകൃഷ്ണൻ അലക്ഷ്യഭാവത്തിൽ ചോദിച്ചു. അതെ, അവളിപ്പോൾ 2ാം കല്യാണമൊക്കെ കഴിച്ച് ഭർത്താവിനോടൊപ്പം ജീവിക്കുകയായിരിക്കും. മുണ്ടക്കയത്തിൽ നിന്ന് ആരന്വേഷിക്കാൻ പോകുന്നില്ലല്ലോ. ഗോവിന്ദക്കുറുപ്പ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കിയാലോ സുധീഷേ? മുരളീകൃഷ്ണൻ്റെ ചോദ്യം വന്നപ്പോൾ സുധീഷിൻ്റെ മുഖം അറിയാതെ തന്നെ വിളറിപ്പോയി. വേണമെങ്കിൽ അന്വേഷിക്കാം. അല്ലെങ്കിൽ തന്നെ ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ? വിദ്യയുടെ സ്വർണവും മറ്റു സാധനങ്ങളും തിരിച്ചു കൊടുത്തല്ലേ? അതുകൊണ്ട് കൊടുക്കൽ വാങ്ങലുകളൊക്കെ തീർന്നോ? മുരളീകൃഷ്ണൻ സുധീഷിൻ്റെ മുൻപിലേക്ക് ചെന്നു. തീർന്നില്ലേ? വേറൊന്നില്ലെന്നാണ് രജനി പറഞ്ഞത്. അവൻ ഒരാശ്രയത്തിനായി രജനിയെ നോക്കി. അവൾ മുഖം കുനിച്ചിരിക്കുകയായിരുന്നു. സുധീഷ് ഒന്ന് എഴുന്നേറ്റെ, മുരളീകൃഷ്ണൻ ആജ്ഞാസ്വരത്തിൽ പറഞ്ഞപ്പോൾ സുധീഷ് അറിയാതെ എഴുന്നേറ്റു. മുരളീകൃഷ്ണൻ അല്പം മുന്നോട്ട് നീങ്ങിയിട്ട് വലങ്കൈ വീശി സുധീഷിൻ്റെ മുഖമൊടിച്ചൊന്ന് കൊടുത്തു. ഒരു നിമിഷത്തേക്ക് അവൻ്റെ കാഴ്ചയിൽ സ്വർണ്ണ മീനുകളും സുവർണ നക്ഷത്രങ്ങളും തിളങ്ങി. പിന്നെ ഇരുട്ടായിരുന്നു. ഹാളിലുള്ളവരെല്ലാം നടുങ്ങി എഴുന്നേറ്റു. സുധീഷ് പതിയെ ചെരിഞ്ഞ മുഖമുയർത്തി കണ്ണു തുറന്നപ്പോൾ ഘോപാകുലനായ മുരളീകൃഷ്ണൻ്റെ മുഖം കണ്ടു. ഇതെന്തിനാണെന്ന് മനസ്സിലായടോ നിനക്ക്? മുരളിയുടെ ശബ്ദം
ഈർച്ചവാൾ പോലെ സുധീഷിൻ്റെ കാതുകളിൽ വരിഞ്ഞു. ഇല്ല, അവൻ പതർച്ചയോടെ പറഞ്ഞതും മറ്റേ കവളിലും അടിപൊട്ടി. ഇത്തവണ സുധീഷ് വട്ടം കറങ്ങി നിലത്തേക്ക് വീണു. മുരളീകൃഷ്ണൻ കോളറിന് പിടിച്ച് അവനെ വലിച്ചുയർത്തി നേരെ നിർത്തി. കോപാന്തനായി കഴിഞ്ഞിരുന്നു മുരളി. വീണ്ടും അടിക്കാനായി കൈയോങ്ങിയതും രജനി വിളിച്ചു, മുരളിയേട്ടാ. വേണ്ട. മുരളി അനുജത്തിയെ നോക്കി. രജനിയുടെ മുഖം ചുവന്നു വിങ്ങിയിരുന്നു. മുരളീകൃഷ്ണൻ കൈതാത്തിയിട്ട് സുധീഷിനെ കോളറിൽ നിന്നും പിടിവിട്ട് രജനിയുടെ അടുത്തേക്ക് ചെന്നു. കൈവീശി അവളുടെ മുഖത്തും ഒന്ന് കൊടുത്തു. നാണം ഉണ്ടോടി നിനക്ക്? മരിച്ചുപോയ നിന്റെ ആങ്ങള തന്നെയായിരുന്നില്ലേ? അവൻ്റെ വിധവയുടെ മുറിയിലേക്ക് ഭർത്താവിനെ പറഞ്ഞയച്ചേച്ച് ഓഹരിയുടെ എല്ലും കഷ്ണം കിട്ടുമെന്ന് അന്വേഷിച്ച് വന്നിരിക്കുന്നു. നാളെ ഞാൻ ചത്തുപോയാലും എൻ്റെ ഭാര്യയോടും ഇതുതന്നെയല്ലടി നീ ചെയ്യാൻ പോകുന്നത്. അന്തസ് കേട്ടവളെ. മുരളീകൃഷ്ണൻ്റെ കോപാഗ്നി എരിഞ്ഞ വാക്കുകൾക്ക് മുൻപിൽ നിന്ന് രജനി ഒരുങ്ങി. ഞാൻ അറിഞ്ഞോണ്ടല്ല, രജനി കണ്ണീരോടെ പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ഒക്കെ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത ഭാഗവുമായി നമുക്ക് നാളെ രാത്രി കാണാം. എല്ലാവർക്കും ശുഭദിനം.